നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE, സൗദി, കുവൈറ്റ് തുടങ്ങിയ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഈ വർഷം സ്വദേശിവത്കരണം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UAEയിൽ ഈ വർഷം രണ്ടാം ഘട്ട സ്വദേശിവത്കരണം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രവാസികളെ ആശങ്കയിലാക്കി വർക്ക് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട ആലോചനയിലാണ് ഗൾഫ് രാഷ്ട്രം. സ്വദേശിവത്കരണത്തിന്റെ ആക്കം കൂട്ടുന്നതിന്റെ ഭാഗമായി ബഹ്റൈനാണ് ഇത്തരമൊരു നീക്കം ആലോചിക്കുന്നത്. പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഫീസ് 10% അതിൽ കൂടുതലോ വർദ്ധിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭാ പ്രതിനിധി സംഘമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റ് ഷൂറ അംഗങ്ങൾക്ക് മുന്നിൽ വെച്ചത്. 3 ഓപ്ഷനുകളാണ് സമിതി അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു പ്രവാസി തൊഴിലാളിയുടെ പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനും 100 ദിനാറാണ് ഈടാക്കുന്നത്. ആരോഗ്യ പരിരക്ഷാ ചെലവിനത്തിൽ 72 ദിനാറും 5 വരെ തൊഴിലാളികളുള്ള ബിസിനസ്സുകൾക്ക് പ്രതിമാസം ഫീസായി 5 ദിനാർ വീതവും ഈടാക്കുന്നു. 5ലധികം തൊഴിലാളികളുള്ള ബിസിനസ്സുകൾക്ക് 10 ദിനാർ വീതമാണ് ഓരോ തൊഴിലാളിക്കും അടയ്ക്കേണ്ടത്. പുതിയ ശുപാർശയിലെ ആദ്യ ഓപ്ഷൻ അനുസരിച്ച് തൊഴിലാളിയുടെ പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസ് 100-ൽ നിന്ന് 200 വർദ്ധിപ്പിക്കും. ആരോഗ്യ സംരക്ഷണത്തിന് 144 ദിനാറാക്കും. 5 വരെ തൊഴിലാളികളുള്ള ബിസിനസിന്റെ പ്രതിമാസം ഫീസ് 10 ആക്കും. 5ലധികം തൊഴിലാളികളുള്ള ബിസിനസ്സുകൾക്ക് 10 ദിനാർ വീതം എന്നത് 20 വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ ഓപ്ഷനിൽ തൊഴിലാളിയുടെ പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസ് 10% വർദ്ധിപ്പിച്ച് 110 ദിനാറാക്കും. ആരോഗ്യ സംരക്ഷണ ഫീസ് 10% മുതൽ 80 ദിനാർ വരെ വർദ്ധിപ്പിക്കും. 5 വരെ തൊഴിലാളികളുള്ള ബിസിനസ് 10 ദിനാറായും 5ലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിൽ 20 ദിനാറായും പ്രതിമാസ ഫീസ് വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ ഓപ്ഷനിൽ പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസ് 970 ദിനാറാക്കും. ആരോഗ്യ പരിരക്ഷ 144 ദിനാറായും. 5 വരെ തൊഴിലാളികളുള്ള ബിസിനസ്സിന് പ്രതിമാസ ഫീസ് 50 ദിനാറായും 5ലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിൽ 80 വർദ്ധിപ്പിക്കാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 2025 ജനുവരി 1 ഈ മാറ്റം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ബഹ്റൈൻ ആലോചിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ വൊക്കേഷണൽ സൂപ്പർവൈസറി ജോലികളിൽ പൗരന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഈ മാറ്റം സഹായകമാകുമെന്നാണ് MP-മാരിൽ ചിലരുടെ അഭിപ്രായം. വ്യക്തമായ സമയപരിധിക്കുള്ളിൽ സർക്കാർ ജോലിയിൽ നിന്ന് 6000 പ്രവാസികളെ ഒഴിവാക്കണമെന്നും സ്വദേശികൾക്ക് അനുകൂലമായ രീതിയിൽ തൊഴിൽ വിപണിയെ പുനർനിർണയിക്കണമെന്നും അഭിപ്രായമുണ്ട്. അതേസമയം UAEയിൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് നിഷ്കർഷിച്ച സ്വദേശിവത്കരണം 2024 ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇത് പ്രകാരം 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ ഒരു UAE പൗരനെയെങ്കിലും ജോലിക്ക് നിയമിക്കണമെന്നാണ് നിയമം. രാജ്യത്ത് 20 മുതൽ 49 ജീവനക്കാരുള്ള 12,000-ലധികം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനികൾ ചുരുങ്ങിയത് ഒരു പൗരനെ ജോലിക്ക് നിയമിക്കുന്നതിലൂടെ 12,000 പേർക്ക് ജോലി ലഭ്യമാക്കാമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. എന്നാലും ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ശക്തമായ രീതിയിൽ തന്നെ സ്വദേശിവത്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഈ വർഷം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.